മാസപ്പടി കേസിൽ സിബിഐ അന്വേഷണം ആവശ്യപ്പെട്ടുള്ള ഹർജിയിൽ മറുപടി സത്യവാങ്മൂലവുമായി മുഖ്യമന്ത്രി പിണറായി വിജയന്റെ മകൾ വീണ. പൊതുതാൽപര്യ ഹർജി തന്നെ ബോധപൂർവ്വം മോശക്കാരിയായി ചിത്രീകരിക്കാനെന്ന് സത്യവാങ്മൂലത്തിൽ പറയുന്നു. മുഖ്യമന്ത്രിയുടെ മകളായതിനാൽ കേസിൽ പ്രതിയാക്കാൻ ശ്രമിക്കുകയാണെന്നും താൻ വിദ്യാസമ്പന്നയായ യുവതിയാണെന്നും സത്യവാങ്മൂലത്തിൽ പറയുന്നുണ്ട്. വിഷ്ണു സുരേഷ് കൊച്ചിയിൽ നിന്ന് ചേരുന്നു വിശദാംശങ്ങളുമായി. വിഷ്ണു, ഏത് സാഹചര്യത്തിലാണ് ഇങ്ങനെയൊരു സത്യവാങ്മൂലം വീണ നൽകിയത്? അതിൽ എന്തൊക്കെ കാര്യങ്ങൾ പറയുന്നുണ്ട്? അതായത് നടപടികളെല്ലാം പാലിച്ചാണ് ഈ രീതിയിലുള്ള സാമ്പത്തിക ഇടപാട് എന്ന് തന്നെയാണോ? അതിന് കാരണവുമായി അല്ലെങ്കിൽ അതിന് കൃത്യമായി അത് ശരിവെക്കുന്ന രീതിയിൽ എന്തൊക്കെ കാര്യങ്ങൾ പറയുന്നുണ്ട് ഈ അഫിഡവിറ്റിൽ? റജിൻ, മാസപ്പടി കേസിൽ സിബിഐ അന്വേഷണം ആവശ്യപ്പെട്ട് മാധ്യമപ്രവർത്തകനായ എം.ആർ. അജയനാണ് പൊതുതാൽപര്യ ഹർജിയുമായി ഹൈക്കോടതിയെ സമീപിച്ചത്. ഇതിന്മേലാണ് മുഖ്യമന്ത്രിയോടും മുഖ്യമന്ത്രിയുടെ മകൾ ടി വീണയോടും കോടതി മറുപടി ചോദിച്ചത്. ഈ മറുപടിയിലാണ് സിബിഐ അന്വേഷണത്തിന്റെ ആവശ്യമേ ഇല്ല എന്ന സത്യവാങ്മൂലം ടി വീണ നൽകിയിരിക്കുന്നത്. ഒപ്പം ഈ ഹർജിക്കെതിരെ ഗുരുതരമായ പരാമർശങ്ങളും പറയുന്നുണ്ട്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് താൻ മുഖ്യമന്ത്രിയുടെ മകളായതുകൊണ്ട് തന്നെ കേസിൽപ്പെടുത്താനുള്ള ശ്രമം നടക്കുന്നുവെന്ന് വീണ വ്യക്തമാക്കുന്നുണ്ട്. താനൊരു സമ്പന്നയായ യുവതിയാണ്. ഈ എക്സാലോജിക് എന്ന കമ്പനി ഒരു ബിനാമി കമ്പനിയല്ല. CMRലുമായി നടത്തിയിട്ടുള്ള ഇടപാടുകൾക്കെല്ലാം കൃത്യമായ തെളിവുകളുണ്ട്. നിലവിൽ SFIOയുടെ ഒരു അന്വേഷണം ഇതുമായി ബന്ധപ്പെട്ട് നടക്കുകയാണ്. ആ ഘട്ടത്തിൽ എങ്ങനെയാണ് CBIക്ക് ഇതിലൊരു സമാന്തര അന്വേഷണം നടത്താനാകുക? അത്തരം നിയമവിരുദ്ധമായ ഇടപെടലിനെ കോടതി ചെറുക്കണം എന്നുള്ള കാര്യമാണ് സത്യവാങ്മൂലത്തിൽ വീണ പറഞ്ഞിട്ടുള്ളത്. ഒപ്പം ഈ സ്ഥാപനത്തിൽ തനിക്കോ തന്റെ ഭർത്താവിനോ അച്ഛനോ ഇത്തരത്തിൽ ഒരു തരത്തിലുള്ള ബന്ധവുമില്ല. താൻ നടത്തുന്ന സ്ഥാപനം മാത്രമാണിത്. ഒപ്പം ഒരു പ്രധാനപ്പെട്ട കാര്യമുള്ളത്, ഈ ഹർജിക്കാരൻ ഈ ഹർജിയിൽ പറയുന്ന കാര്യങ്ങൾ അതിലൊരു പൊതു താല്പര്യവുമില്ല, മറിച്ച് രാഷ്ട്രീയ താല്പര്യം മാത്രമെന്ന് വീണ പറയുന്നു. ഈ SFI അന്വേഷണവുമായി ബന്ധപ്പെട്ട ഇന്റർൻ സെറ്റിൽമെന്റിന്റെ കണ്ടെത്തലുകളുണ്ട്. പക്ഷേ ആ അന്വേഷണത്തിൽ പോലും താൻ കക്ഷിയല്ല എന്ന് വീണ ഇന്ന് സമർപ്പിച്ച സത്യവാങ്മൂലത്തിൽ വ്യക്തമാക്കിയിട്ടുണ്ട്. ഈ മറ്റൊരു വിമർശനം വീണക്കെതിരെ നേരത്തെ ഉയർത്തിയത് ഈ AKG സെന്ററിന്റെ അഡ്രസ്സ് നൽകിയതുമായി ബന്ധപ്പെട്ടാണ്. അതിലടക്കം വിശദീകരണം നൽകിയിട്ടുണ്ട്. AKG സെന്ററിന്റെ അഡ്രസ്സ് നൽകിയതിനല്ല പിഴയിട്ടത്, മറിച്ച് ചില സാങ്കേതിക പിഴവുകളുടെ പശ്ചാത്തലത്തിലാണ് ROV തനിക്ക് പിഴയിട്ടതെന്നും വീണ ഈ സത്യവാങ്മൂലത്തിൽ വ്യക്തമാക്കുന്നുണ്ട്. നേരത്തെ ഈ കേസിൽ വിജിലൻസ് അന്വേഷണം ആവശ്യപ്പെട്ട രണ്ട് വ്യത്യസ്ത ആളുകൾ രണ്ട് വ്യത്യസ്ത കോടതികളിൽ പോയതാണ്. പക്ഷേ ആ രണ്ട് കോടതികളും അത് തള്ളി. പിന്നീട് അത് ഹൈക്കോടതിയിലേക്ക് വന്നപ്പോൾ ഹൈക്കോടതിയുടെ ഗൗരവമായ നിരീക്ഷണമുണ്ട്. സംശയത്തിന്റെ അടിസ്ഥാനത്തിൽ ഒരു അന്വേഷണം നടത്താൻ പറ്റില്ല എന്നാണ് ഹൈക്കോടതി എന്ന നിലപാട് സ്വീകരിച്ചത്. സമാനമായ നിലപാട് ഈ ഹർജിയുടെ ഭാഗത്തുനിന്നും സ്വീകരിക്കണം എന്നുള്ളതാണ് വീണ ആവശ്യപ്പെട്ടിരിക്കുന്നത്. നേരത്തെ മുഖ്യമന്ത്രിയും ഇതുമായി ബന്ധപ്പെട്ട് സത്യവാങ്മൂലം നൽകിയപ്പോൾ ഇത് രാഷ്ട്രീയ പ്രേരിതമാണ്, CBI അന്വേഷണം വേണ്ടാമെന്ന് അദ്ദേഹവും വ്യക്തമാക്കിയിരുന്നു. കേസിൽ അടുത്ത ആഴ്ച തന്നെ വിശദമായ വാദം കേൾക്കും. ശരി, വിഷ്ണു സുരേഷാണ് കൊച്ചിയിൽ നിന്നും വാർത്തയുടെ വിശദാംശങ്ങൾ നൽകിയത്.